പ്രിയപ്പെട്ടവരെ, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ഭരണം നടത്തുന്നത്. അതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് രാജ്യത്ത് നടക്കുന്ന ഓരോ ഇലക്ഷനുകളും. അവിടെ ജനഹിതമാണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ പലരും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഹിതങ്ങളല്ല നടപ്പിലാക്കേണ്ടത്. രാജ്യത്ത് നടക്കുന്ന ഓരോ ഇലക്ഷനും സുതാര്യമായി നടത്താൻ ചുമതലപ്പെട്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിലോട്ടുള്ള തിരഞ്ഞെടുപ്പ് ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ജനാധിപത്യപരമല്ലെങ്കിൽ എന്താകും അവസ്ഥ? വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വ്യാജ എൻട്രികളും വ്യാജ അഡ്രസ്സുകളും കള്ള വോട്ടുകളും നടക്കുമ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ റിസൾട്ടുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുക? ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കൃത്യമായി പരിശോധിച്ച് പരിഹരിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്നതിലൂടെ ആരെയാണ് ഇങ്ങനെ സഹായിക്കുന്നത്? ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന് ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയാനാവുക? ഈ പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടി മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് തെളിവുകൾ സഹിതം തുറന്നു കാണിച്ചിരുന്നു. പക്ഷേ പലർക്കും തിരിച്ചറിവുകൾ ഉണ്ടാവാൻ കുറച്ച് കാലതാമസം ഉണ്ടായത് മാത്രം. നമ്മുടെ ദിവസേനയുള്ള തിരക്കുകളിൽ, പ്രശ്നങ്ങളിൽ ജനാധിപത്യം, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നീ വിഷയങ്ങളിലോട്ട് ശ്രദ്ധ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും നമ്മുടെ ഓരോ വോട്ടിന്റെയും സ്വാധീനം ചെറുതല്ലെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കട്ടെ. അതിൽ വെള്ളം ചേർക്കൽ ഒരിക്കലും നല്ലതിനാകില്ല.